ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുക്കിംഗ് വീഡിയോ ഒന്നും ആയിട്ടല്ല കേട്ടോ. ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ വീട്ടിലെ ടെറസിൻ്റെ ടോപ്പിലുള്ള ഒരു ഗാർഡൻ നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അവിടെ നിന്ന് കിട്ടിയ കുറച്ച് പച്ചക്കറികളെല്ലാം ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമുക്ക് വീട്ടിൽ സ്ഥലമില്ലെന്ന് കരുതി വിഷമിക്കേണ്ട കാര്യമില്ല. ഇതുപോലെ ടെറസിൻ്റെ ടോപ്പിലോ ഒക്കെ നമുക്ക് കൃഷി ചെയ്യാം. പൈസ കൊടുക്കാതെ വിഷമില്ലാത്ത പച്ചക്കറി വീട്ടിലുണ്ടാക്കി കഴിക്കണമെങ്കിൽ അത് ഏറ്റവും വലിയ കാര്യമാണ്. അതുപോലെ തന്നെ വീട്ടിലുള്ള പച്ചക്കറി വേസ്റ്റ്, മുട്ടത്തൊണ്ട്, കഞ്ഞിയുടെ വെള്ളമൊന്നും നമ്മൾ കളയേണ്ട ആവശ്യമില്ല. ഇതെല്ലാം ഇതിന് വളമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. നമ്മുടെ മനസ്സിനും ശരീരത്തിനൊക്കെ ഉന്മേഷം തരുന്നൊരു നല്ല ഹോബിയായിട്ട് നമുക്കിത് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ ലോക്ക്ഡൗൺ സമയത്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു നല്ല കാര്യമാണ്. അപ്പം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. കുക്കിംഗ് വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ ഇതും കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. ഫുൾ വീഡിയോ കാണുക. ഇതെല്ലാം എൻ്റെ വെജിറ്റബിൾ ഗാർഡനിൽ നിന്ന് കിട്ടിയ നല്ല ഫ്രഷ് പച്ചക്കറികളാണ്. ഇത് അച്ചിങ്ങപ്പയറാണ്. അച്ചിങ്ങപ്പയർ നമുക്ക് 2 ടൈപ്പ് ഉണ്ട് ഇവിടെ. നീളമുള്ളതുമുണ്ട്, കുറ്റിപ്പയറും ഉണ്ട്. ഇന്നിപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതാണ് കൂടുതൽ. ചില ദിവസങ്ങളിൽ കുറച്ച് കൂടുതലുണ്ടാകും, ചില ദിവസങ്ങളിൽ കുറച്ചേ കിട്ടുള്ളൂ. പയർ നല്ല ഫ്രഷ് പയറായത് കാരണം നമ്മൾ മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കിയ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതിന്ന് പറിച്ചെടുത്ത കോവക്കയാണ്. ഇത് പച്ചക്ക് തന്നെ കഴിക്കാൻ നല്ലതാണ്. നമുക്ക് സാലഡിലൊക്കെ അരിഞ്ഞ് കഴിക്കുന്നത് നല്ലതാണ്. ഷുഗർ പേഷ്യൻ്റൊക്കെ ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണെന്ന് പറയുന്നു. നമ്മൾ 2-3 റെസിപ്പീസൊക്കെ ഇത് വെച്ചിട്ട് ഇട്ടിട്ടുണ്ട്. ഇനിയുള്ളത് വഴുതനങ്ങയാണ്. വഴുതനങ്ങ നമുക്കിവിടെ 3 ടൈപ്പ് ഉണ്ട്. വയലറ്റ് കളറിൽ ഉണ്ട വഴുതനങ്ങയുണ്ട്, വയലറ്റ് കളറിൽ നീളമുള്ളതുണ്ട്, പിന്നെ പച്ച കളറിലെ വഴുതനങ്ങയുണ്ട്. പിന്നെ ഉള്ളത് വാളവരപ്പയറാണ്. ഈ പയറിന് ഇവിടെ വാളവരപ്പയർ എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഓരോ നാട്ടിലും പല പേരുകളായിരിക്കും ഇത് അറിയപ്പെടുന്നത്. ഇതിന് വേറെ വല്ല പേരുണ്ടെങ്കിൽ അത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടാൻ നിങ്ങൾ മറക്കരുത്. ഇത് നമുക്ക് മൊത്തം ഇത്രയും പച്ചക്കറികൾ കിട്ടിയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനൊരു സന്തോഷമാണ്. മരുന്നൊന്നും അടിക്കാതെ ജൈവവളമൊക്കെ ചെയ്ത് നമ്മുടെ വീട്ടിൽ തന്നെ ഇത്രയും പച്ചക്കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് മനസ്സിന് വളരെ ഒരു സന്തോഷമാണ്. ഇപ്പം എൻ്റെ വീട്ടിലാണെങ്കിൽ ഞാനും എൻ്റെ ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയും പച്ചക്കറികൾക്ക് ഞങ്ങൾക്ക് വളരെ കൂടുതലാണ്. അപ്പോൾ ഞങ്ങൾ റിലേറ്റീവ്സിനും നെയ്ബേഴ്സിനൊക്കെ കൊടുക്കും. ഇത് നമ്മുടെ ടെറസിലുണ്ടായ പാഷൻ ഫ്രൂട്ടാണ്. പാഷൻ ഫ്രൂട്ട് കൊണ്ട് നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം, ജ്യൂസ് ഉണ്ടാക്കാം, കേക്ക് ഉണ്ടാക്കാം. ചമ്മന്തിയും ജ്യൂസും കേക്കൊക്കെ ഇപ്പം ഞാൻ ഓൾറെഡി ഉണ്ടാക്കി കഴിഞ്ഞു. പിന്നെ വെണ്ടയ്ക്കയാണ്. വെണ്ടയ്ക്കയും ഇപ്പോൾ ധാരാളമായിട്ട് ഉണ്ടാവുന്നുണ്ട്. ഇനി നമുക്ക് ടെറസിലേക്ക് പോയിട്ട് അവിടെയുള്ള കൃഷിയെല്ലാം കാണാം. ഇങ്ങനെ സ്റ്റെയർ കയറി പോകുമ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ കയറി ഇട്ടിട്ട് താഴെ നിന്ന് കോവക്കയും പാഷൻ ഫ്രൂട്ടും ഒക്കെ പടർത്തി കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ പാഷൻ ഫ്രൂട്ടും കോവക്കയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ പാഷൻ ഫ്രൂട്ടൊക്കെ ധാരാളം വീണ് കിടപ്പുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. ഇവിടെ നമ്മൾ പച്ചക്കറികളൊക്കെ വളർത്തിയിരിക്കുന്നത് ഗ്രോ ബാഗിലും അതുപോലെ തന്നെ വലിയ ചട്ടികളിലുമാണ്. നമുക്ക് ഗവൺമെൻറ് കൃഷിഭവനിൽ നിന്ന് തിരിനന എന്നൊരു പരിപാടിയുണ്ട്. വലിയ പൈപ്പിൽ ഒരു ഹോൾ ഇട്ടിട്ട് ഒരു തിരി അതിലിട്ട് കൊടുക്കും. അതിൻ്റെ മുകളിലേക്ക് ഗ്രോ ബാഗ് ഇറക്കി വെക്കണം. ഈ പൈപ്പിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ആവശ്യത്തിന് നനവ് കിട്ടിക്കോളൂ ചെടികൾക്ക്. ഇപ്പോൾ 2 ദിവസമൊക്കെ നമ്മളില്ലെങ്കിൽ തന്നെ കുഴപ്പമില്ല. ഇതിനെല്ലാം ചില സമയത്ത് കൃഷിഭവനിൽ നമുക്ക് സബ്സിഡി കിട്ടും. ഞങ്ങൾക്ക് അപ്പോൾ അങ്ങനെ കൊണ്ടുവന്ന് വെച്ചതാണിത്. അത് കൊണ്ടുവന്ന് വെക്കുമ്പോഴത്തേക്കും നമുക്ക് ഗ്രോ ബാഗും മണ്ണും കുറച്ച് ചെടികളായിട്ടാണ് അവർ കൊണ്ടുവന്ന് തരുന്നത്. ഇതിൽ വെണ്ടയ്ക്കൊക്കെ നിറച്ച് പിടിച്ച് നിൽക്കുന്നുണ്ട്. വെണ്ടയ്ക്കയുടെ പൂ കാണാൻ തന്നെ ഒരു നല്ല ഭംഗിയാണ്. ചൂട് വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ചൂടാണ്. അതാണ് ചില സ്ഥലത്തൊക്കെ നമ്മൾ ഗ്രീൻ കളറിലെ നെറ്റ് കെട്ടി കൊടുത്തിട്ടുണ്ട്. ആ സൈഡിൽ വെച്ചിരിക്കുന്ന മുഴുവനും പയറാണ്. ഇത് വഴുതനങ്ങയുടെ ചെടിയും ഇത് പച്ചമുളകാണ്. പച്ചമുളകൊക്കെ ഇവിടെ ധാരാളമായിട്ട് ഇപ്പം ഉണ്ടാവുന്നുണ്ട്. നമ്മളിതിന് ചെയ്യുന്ന വളമെന്ന് പറഞ്ഞാൽ ചാണകപ്പൊടി ഇട്ട് കൊടുക്കും. പിന്നെ അതുകൂടാതെ നമ്മുടെ വീട്ടിലെ വേസ്റ്റ് എല്ലാം കൂടെ മിക്സിയിലിട്ട് അടിച്ചിട്ട് അത് വെള്ളത്തിൽ കലക്കിയിട്ട് അത് ഒഴിച്ചു കൊടുക്കും. ഇത് വയലറ്റ് കളറിലുണ്ട വഴുതനങ്ങയാണ്. ഇത് തക്കാളി ചെടിയാണ്. തക്കാളിയൊക്കെ ഉണ്ടായി വരുന്നേ ഉള്ളൂ. തക്കാളിയുടെ സീസൺ ആയിട്ടില്ലെന്ന് തോന്നുന്നു. അത് കാരണം ഇപ്പം അധികം തക്കാളി ഇല്ല. ഇത് വാളവരപ്പയറാണ്. വയലറ്റ് കളറിൽ നീളമുള്ള വഴുതനങ്ങ. ഇത് നല്ല നീളത്തിലുള്ള അച്ചിങ്ങയാണ്. അച്ചിങ്ങയുടെ ചെറിയ ഇലയൊക്കെ എടുത്ത് നമുക്ക് തോരൻ വെക്കാം. ഞാൻ അച്ചിങ്ങയുടെയും കോവക്കയുടെയും മത്തങ്ങയുടെയും കൂടെ ഇലയെല്ലാം വെച്ചിട്ട് തോരൻ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. ഈ കർക്കിടക മാസം നമുക്കത് കഴിക്കണം നല്ലതാണ്. കഴിഞ്ഞ ആഴ്ചയാണ് ഞാൻ എൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ചെറുനാരങ്ങയുടെ ചെടിയാണ്. കുറച്ച് നാളെ ഇതിങ്ങനെ ചട്ടിയിൽ പിടിച്ച് നിൽക്കുന്നുണ്ട്. ഇതുവരെ കായൊന്നും ഉണ്ടായിട്ടില്ല.
ഇവിടെ ചാക്കിൽ വെച്ചിരിക്കുന്നത് പുതിനയിലയും സവാളയിലാണ്. സവാള വളർത്തിയിരിക്കുന്ന കാരണം എനിക്കിപ്പം മഞ്ചൂരിയനൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് സ്പ്രിംഗ് ഓണിയനൊന്നും പുറത്ത് പോയി വാങ്ങേണ്ട കാര്യമില്ല. ഇപ്പോൾ ലോക്ക്ഡൗൺ സമയമൊക്കെ ആയപ്പോഴത്തേക്ക് അതൊക്കെ പുറത്ത് വാങ്ങാൻ കിട്ടാനും ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ ഇതെടുത്തിട്ടാണ് കറിയിലൊക്കെ ഇടുന്നത്. പിന്നെ ഇവിടെ കുരുമുളകിൻ്റെ ചെടി പിടിപ്പിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ പച്ചമഞ്ഞൾ പിടിപ്പിച്ചിട്ടുണ്ട്. ഈ സൈഡിൽ മൊത്തം വെച്ചിരിക്കുന്നത് പച്ചമഞ്ഞളാണ്. ഇത് പച്ച കളറിൽ ചീരയാണ്. ചീര 2 ടൈപ്പും നന്നായിട്ടുണ്ടായിരുന്നതാണ്. ഇപ്പോൾ അതിൻ്റെ സീസൺ കഴിഞ്ഞാൽ ഇപ്പോൾ വളരെ കുറച്ചേ ഉള്ളൂ. ഇത് സെലറിയാണ്. സെലറി ഞാൻ ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിയിട്ട് അതിൻ്റെ വേരെടുത്തിട്ട് ഞാൻ വെറുതെ കുഴിച്ചു വെച്ചതാണ്. പക്ഷെ അത് നന്നായിട്ട് പിടിച്ചു വന്നു. ഇത് കുറ്റിക്കുരുമുളകാണ്. ഇതിൽ കുറേ കുരുമുളക് ഉണ്ടായിട്ടുണ്ട്. ഞാൻ കുറേ എടുത്ത് ഉണക്കി പൊടിച്ചൊക്കെ എടുത്തായിരുന്നു. ഇത് വെള്ളക്കാന്താരിയാണ്. ഇപ്പോൾ കുറേ ഉണ്ടായിരുന്നാണ്, ഇപ്പോൾ എല്ലാം പോയി. ഇത് ചുവന്ന ചീര, മല്ലിയില, കറ്റാർവാഴ. ഇത് നിത്യവഴുതനങ്ങയാണ്. ഇപ്പോൾ ഇതിൽ കായ ഉണ്ടായി തുടങ്ങിയിട്ടേ ഉള്ളു. ഇതിൻ്റെ പൂ കാണാൻ നല്ല ഭംഗിയാണ്. ഈ തോരനും മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കി ഭയങ്കര ടേസ്റ്റാണ്. പാഷൻ ഫ്രൂട്ട് താഴെ നിന്നാണ് വളർത്തിയിട്ട് മേളിലേക്ക് കയറ്റി കൊടുത്തിരിക്കുന്നത്. കൃഷിയുടെ കാര്യങ്ങളും വളമിടുന്നതും നനയ്ക്കുന്നതും എല്ലാം ഹസ്ബൻഡാണ്. കാര്യങ്ങളെല്ലാം പുള്ളിയാണ് ചെയ്യുന്നത്. രാവിലെ വൈകിട്ട് 2-3 മണിക്കൂർ ഈ ചെടിക്ക് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കും. പച്ചക്കറി ആണെങ്കിൽ നമ്മൾ കുട്ടികളെ നോക്കുന്ന പോലെ അതിനെ നോക്കിയാൽ മാത്രമേ കറക്റ്റായിട്ട് നമുക്ക് അതിൽ നിന്നെല്ലാം വിളവൊക്കെ കിട്ടുകയുള്ളൂ. ഇവിടെ പാവക്ക ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. പാവക്കയെല്ലാം ഇപ്പം ഇങ്ങനെ നെറ്റിൻ്റെ കവറിട്ട് കെട്ടി വെച്ചിരിക്കണം, അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് പ്രാണിയെല്ലാം വന്ന് കുത്തി അത് നശിച്ചു പോകും. ഇതിനെല്ലാം പടർന്നു കയറാൻ വേണ്ടി നമ്മൾ ഇതുപോലെയുള്ള നെറ്റ് വലിച്ച് കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഗ്രീൻ കളറിൽ നെറ്റ് വലിച്ച് കെട്ടി കൊടുത്തിട്ടുണ്ട്, ചൂട് കുറച്ച് കുറയാൻ വേണ്ടിയിട്ട്. മല്ലിയിൽ പിടിച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് മല്ലിയിൽ പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഫിഷൻ ഫ്രൂട്ടൊക്കെ പറിച്ചെടുക്കാം. കുറച്ച് ചെടിച്ചട്ടിയാണ്, ഇവിടുത്തെ ചേട്ടൻ ഉണ്ടാക്കിയതാണ്. ആദ്യത്തെ പരിശ്രമമായത് കാരണം കുറേയൊക്കെ പൊട്ടിപ്പോയി, കുറച്ചൊക്കെ നന്നായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പം അത് പെയിൻ്റൊക്കെ അടിച്ച് മേളിൽ വെച്ചിട്ടുണ്ട്. ചെടിച്ചട്ടി ഉണ്ടാക്കിയതൊക്കെ ഇപ്പോൾ പെയിൻ്റൊക്കെ അടിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ നിൽക്കുന്നത് താഴെയാണ്. താഴെ ഞങ്ങൾക്ക് അധികം സ്ഥലമൊന്നുമില്ല, കുറച്ച് സ്ഥലമുള്ളൂ. അവിടെ ഇങ്ങനെ കറിവേപ്പില വെച്ചിട്ടുണ്ട്. ഇത് പച്ചച്ചീരയാണ്, അതിന് വിത്തിന് വേണ്ടിയിട്ട് ഞാൻ നിർത്തിയൊക്കെയാണ്. ഇത് കുടംപുളിയാണ്. ഇവിടെ ഒരു പപ്പായ മരം വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു മത്തങ്ങ പിടിച്ചു വന്നിട്ടുണ്ട്. മത്തങ്ങയുടെ ചെറിയ ഇലയും ചീരയുടെ ഇലയൊക്കെ വെച്ചിട്ടാണ് നമ്മളൊന്ന് തോരനുണ്ടാക്കിയത്. മത്തങ്ങയുടെ അപ്പുറത്ത് കാണുന്നതാണ് ചീരയാണ്. ഇതൊരു മെക്സിക്കൻ ചീര എന്നാണ് അതിന് പറയണത്. ഇത് കഴിക്കുന്നത് വളരെ ഹെൽത്തി ആണെന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ ഇതിൻ്റെ ഒരു ചവർപ്പുണ്ട് ചെറുതായിട്ട്. ഇനിയും കുറേ ചെടികളൊക്കെ കൂടെ കാണിക്കാനുണ്ട്, പക്ഷെ വീഡിയോയുടെ ലെങ്ത് കൂടുന്നതാണ് ഞാനിത് നിർത്തിയാണ്. ഇനി ബാക്കി അടുത്ത ഭാഗത്തിൽ കാണിക്കാം. അപ്പം എല്ലാവരും ഇത് കണ്ട് നോക്കുക. കുക്കിംഗ് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന പോലെ ഈ വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. കമൻ്റ് ഇടുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലുള്ള നല്ല അടിപൊളി വീഡിയോസായിട്ട് നമുക്ക് കാണാം. താങ്ക്